ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബാറ്റിൻ. കാന്താര 2 2025 ഒക്ടോബർ 2 തിയേറ്ററുകളിലേക്ക്. കന്നഡ ഭാഷ പാൻ ഇന്ത്യൻ ചിത്രമായിട്ടുള്ള കാന്താര ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ ഒരു സിനിമ അതിൻ്റെ റിലീസ് തീയതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപൊക്കെ ആയിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേശീയ അവാർഡ് നേടിയ കന്നഡ ചിത്രമായിട്ടുള്ള കാന്താര എ ലെജൻഡിൻ്റെ പ്രീക്വലായ ഈ ചിത്രം 2025 ഒക്ടോബർ 2 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഷുവറായിട്ടുണ്ട്. അപ്പോൾ കൈസാരിക്കാണ് ഈ ഒരു കാന്താര പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. സോ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അല്ലു അർജുൻ്റെ പുഷ്പ 2 സിനിമയുടെ ഭാഗത്തു നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞത് സിനിമയ്ക്ക് U-BAR സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 2024 ദൈർഘ്യമേറിയ ഇന്ത്യൻ സിനിമയാകുമോ ഈ ഒരു പുഷ്പ 2 എന്ന് പറഞ്ഞ ഒരു പടം. കാരണമെന്ന് പറഞ്ഞത് ഈ ഒരു പുഷ്പ 2 സിനിമയുടെ ദൈർഘ്യമെന്ന് പറഞ്ഞത് 3 മണിക്കൂർ 21 മിനിറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു റിപ്പോർട്ടിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വരുന്നത്. അതേ ഗൈസ്, 2024 ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ സിനിമയാകുമ്പോൾ പുഷ്പ 2 എന്ന് പറഞ്ഞ ഒരു പടം. എന്തൊക്കെ തന്നെയാലും അല്ലു അർജുൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ കൊച്ചിയിലൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്ക് ഈ ഒരു പുഷ്പ 2 സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കാം. എന്തൊക്കെ തന്നെയാലും കേരളത്തിൽ ഈ ഒരു പുഷ്പ 2 സിനിമയുടെ ഫാൻ ഷോസ് കാര്യങ്ങളൊക്കെ ഏകദേശം ഫില്ലായി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. വമ്പൻ പ്രതീക്ഷകളുമായിട്ട് RJ ബാലാജിയുടെ സൂര്യ 45 എന്ന് പറഞ്ഞ ഒരു സിനിമ ആരംഭിച്ചു. നടപ്പിൻ നായകൻ സൂര്യയുടെ 45ാമത്തെ സിനിമയാണ് ഈ ഒരു സൂര്യ 44 എന്ന് പറഞ്ഞ ഒരു പടം. പടത്തിൽ നായികയായിട്ട് വരുന്നത് തൃഷയാണ്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് AR റഹ്മാനാണ്. സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത്. മൂക്കുത്തി അമ്മൻ, അതേപോലെ തന്നെ ഒരു ഡിവോഷണൽ സ്റ്റോറി, അതായത് മൂക്കുത്തി അമ്മൻ തുടങ്ങിയ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഒരു ഡിവോഷണൽ ഫാൻറ്റസി ചിത്രമാണ് ഈ ഒരു സൂര്യ 45 എന്ന് പറഞ്ഞ ഒരു സിനിമ എന്നൊക്കെയാണ് സൂചനകൾ വരുന്നത്. എന്തൊക്കെ തന്നെയാലും പടം നല്ല രീതിയിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. കൈതി 2 സിനിമയുടെ ഭാഗത്തു നിന്നും ചെറിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്ഡേറ്റ് തന്നിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം കൈതി 2 സിനിമയുടെ സംവിധായകനായിട്ടുള്ള ലോകേഷ് കനകരാജ്. അദ്ദേഹമാണ്. പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: കൈതി 2 സിനിമയിൽ ജയിൽ സീനുകൾ ഒരുപാടുണ്ട്. സോ ലോകേഷ് കനകരാജ് പുള്ളി ഇത് പറഞ്ഞത് സ്വർഗ്ഗവാസൽ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിലാണ്. ആ സിനിമയ്ക്ക് വേണ്ടി, അതായത് കൈതി 2 സിനിമയ്ക്ക് വേണ്ടി സ്വർഗ്ഗവാസിൽ ഒരു റെഫറൻസായി എടുത്താലോ എന്ന് തനിക്ക് ഒരു ചിന്ത തോന്നുന്നുണ്ട് എന്നാണ് ലോകേഷ് കനകരാജ് പുള്ളിക്കാരൻ പറയുന്നത്. കൈതി 2 സിനിമയ്ക്ക് വേണ്ടി സ്വർഗ്ഗവാസിൽ ഒരു റെഫറൻസായി എടുത്താലോ എന്ന് പുള്ളി ചിന്തിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് വാർത്തകളും വരുന്നുണ്ട്. പുള്ളി അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കൈതി 2ൻ്റെ കഥ കുറച്ചുകൂടി മോഡിഫൈ ചെയ്താലോ എന്നുള്ള തരത്തിലും പുള്ളിക്കാരൻ പറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വർഗ്ഗവാസിൽ എന്ന് പറഞ്ഞ ഒരു സിനിമ നമ്മുടെ സ്വന്തം ലോകേഷ് കനകരാജ് കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തകളാണ് ലോകേഷ് മാധ്യമങ്ങളോട് പങ്കുവെച്ചത്. സോ സ്വർഗ്ഗവാസിൽ പുള്ളി കണ്ടപ്പോൾ അതിലൊരുപാട് ജയിൽ സീക്വൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൈതി സിനിമയിൽ നമുക്കറിയാമല്ലോ ജയിലിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സ്വർഗ്ഗവാസലിലെ പല രംഗങ്ങളൊക്കെ കൈതിയിൽ നമുക്ക് റെഫറൻസ് ആയിട്ട് കാണാൻ സാധിക്കുമെന്നുള്ള തരത്തിലാണ് ലോകേഷിൻ്റെ പലതരത്തിലുള്ള മറുപടികൾ നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി വന്നിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞത് കൈതി 2 സിനിമ എന്തായാലും കൈതി 2 സംഭവിക്കുമ്പോൾ ജയിലിൽ തന്നെയായിരിക്കും. അപ്പോൾ കൈതി 2 സിനിമ എവിടെ വെച്ചാണ് അവസാനിച്ചത് അവിടെ വെച്ച് തന്നെ 2ാം ഭാഗം ആരംഭിക്കും എന്നുള്ള തരത്തിലാണ് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൈതി 2 സിനിമയിൽ നമ്മുടെ സ്വന്തം റോളക്സ്, ദില്ലി, ലിയോ തുടങ്ങിയവരുടെയൊക്കെ ഒരു ഫേസ് ടു ഫേസ് രംഗമോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫേസ് ടു ഫേസ് തരത്തിലുള്ള ചില റെഫറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ കാര്യങ്ങളൊക്കെ ട്രെൻഡിങ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെ നമ്മൾ കൈതി 2 സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ വരാനിരിക്കുന്ന കൂലി എന്ന് പറഞ്ഞ ഈ ഒരു പടത്തിൻ്റെ കാര്യപരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞാൽ തന്നെ പിന്നീട് അങ്ങോട്ട് LCU സെറ്റപ്പ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം കൈതി 2 സിനിമയുടെ വരവാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു കൈതി 2 സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കാരണം എന്ന് പറഞ്ഞത് അതിലെ ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം ലിയോ, റോളക്സ്, ദില്ലി, അമർ, വിക്രം ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൈതി 2 സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക.